കണ്ണ് തന്നത് കാണാനാണ്, ചെവി തന്നത് കേൾക്കാനാണ്, ഹൃദയം തന്നത് ചിന്തിക്കാനാണ്. പരിശുദ്ധ ഖുർആൻ നമ്മൾ തുറന്നു വെക്കണം, വായിക്കണം പ്രിയപ്പെട്ടവരെ, പഠിക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ പൂർവികരുടെ ചരിത്രം പഠിക്കുന്നിടത്ത്, മുൻഗാമികളായ മുൻ സമുദായക്കാരുടെ ചരിത്രം പഠിക്കുന്നിടത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ചില വസ്തുതകളുണ്ട്. മുൻകാലക്കാർ നശിച്ചുപോയത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർ വിജ്ഞാനത്തെ, മതവിജ്ഞാനത്തെ വലിച്ചെറിഞ്ഞതാണെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സൂറത്തു ബഖറയിലെ 78-ാമത്തെ വചനം, വമിൻഹും ഉമ്മിയൂൻ, അവരിൽ അക്ഷരജ്ഞാനമില്ലാത്തവരുണ്ട്. ലാ യഅലമൂനൽ കിതാബ്, അവർക്ക് വേദങ്ങൾ അറിയില്ല. ഇല്ലാ അമാനിയ, ചില ഊഹങ്ങളല്ലാതെ. വഇൻഹും ഇല്ലാ യദുന്നൂൻ, പരിശുദ്ധ ഖുർആൻ പറയാണ് അവർക്ക് വേദഗ്രന്ഥങ്ങളിൽ നിന്നും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി ചുമതല ഏൽപ്പിക്കപ്പെട്ടവരെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അവർക്ക് വേദങ്ങളിൽ നിന്ന് ചില ഊഹങ്ങളുണ്ട് എന്നതല്ലാതെ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവർ വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ അവരുടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വിശുദ്ധ വേദവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അതിന്റെ അറിവ് അവർ നേടിയിരുന്നില്ല. ആ അറിഞ്ഞ കാര്യം അവരുടെ ജീവിതത്തിൽ അവർ പകർത്തിയിരുന്നില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരവസ്ഥ ഈ ഉമ്മത്തിന് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരു കാലത്ത് ഈ ഖുർആനിനെ അല്ലാഹു ഉയർത്തിക്കളയും. അവസാന കാലം വരുമ്പോ പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കളയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംസാരം കേട്ടപ്പോ സഹാബിമാർ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വകൈഫ യദ്ഹബുൽ ഇൽം, അല്ലാഹുവിന്റെ റസൂലെ എങ്ങനെയാണ് ഈ ഖുർആനിനെ ഉയർത്തിക്കളയുക? അല്ലാഹുവിന്റെ റസൂലെ എങ്ങനെയാണ് ഈ ഖുർആനിനെ ഉയർത്തിക്കളയുക? ഞങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഭാര്യമാരെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കളയുക എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, താങ്കൾക്ക് നാശം. എന്നിട്ട് അദ്ദേഹത്തോട് പറയാണ്, ഞാൻ വിചാരിച്ചത് മദീനയിൽ കുറച്ച് അറിവും വിവരമൊക്കെ ഉള്ള മനുഷ്യനാണ് നിങ്ങൾ എന്നാണ്, പക്ഷെ നിങ്ങളെ കുറിച്ചുള്ള ധാരണ തെറ്റിപ്പോയല്ലോ. എന്നിട്ട് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, അവലൈസൽ യഹൂദ വൻ നസാറ, നിങ്ങൾ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും കണ്ടിട്ടില്ലേ? യഖറഊന തൗറാത വൽ ഇൻജീൽ, അവർ തൗറാത്തും ഇൻജീലും പാരായണം ചെയ്യുന്നവരാണ്. ലാ യഅമലൂന ബിശൈഇൻ മിമ്മാ ഫീഹിമാ, അതിലുള്ളതിനനുസരിച്ച് ജീവിക്കാത്തവരാണവർ. അവരുടെ കയ്യിൽ വേദഗ്രന്ഥമുണ്ട്, അതിനനുസരിച്ച് ജീവിക്കാത്തവരാണവർ. അതുകൊണ്ടാണ് പൂർവിക സമൂഹങ്ങൾക്ക് അപജയം സംഭവിച്ചത് എന്ന കൃത്യമായ ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടത്.